വേദിയിലെത്തിക്കുന്നു മഞ്ജു. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ
ഇനി നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ശരത് സാർ ആദ്യമായി അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ദൈവമേ, മഞ്ജു നന്നായിരുന്നു മോളെ. താങ്ക് യു. ഒരു രസമുണ്ടായിരുന്നു. മഞ്ജു നിന്ന് പാടുന്ന കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ആടി തലയൊക്കെ കുലുക്കി നമ്മൾ കേട്ടാലില്ലെങ്കിലും മോളങ്ങ് പാടി തീർക്കും. ശ്വാസത്തിനിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഞാൻ പ്രാണായാമം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റില്ല. 10 സെക്കൻഡിന് പുറത്ത് ഒരു 12 സെക്കൻഡ് വരെ നിൽക്കാൻ പറ്റും. 12 ആയിപ്പോ? ഓക്കെ. പിന്നെ തുടക്കം എന്താണ് അങ്ങനെ ആയിപ്പോയത്? നമുക്ക് 1 കോടി രൂപയുടെയാണ് ഫ്ലാറ്റ്, ഇത് 2 കോടിക്ക് ഫ്ലാറ്റായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതൊക്കെ ഈ ശ്വാസം ഇല്ലാണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിപ്പോന്ന്. പിന്നെ പേടി എന്തിനാ മഞ്ജുവിന്? മഞ്ജു ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ പേടിച്ചിട്ടാ നിൽക്കുന്നത്. ഞങ്ങളാരും ഡ്രാക്കുളകളോ? അല്ല സാറേ, ലിറിക്സ് മറന്നു പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. ലിറിക്സ് മറന്നു പോയിട്ട് എത്രയോ മനോഹരമായ ലിറിക്സ് അവരതിനുണ്ടാക്കി പാടിയിട്ടുണ്ട് ഈ വേദിയിൽ. ഈ പേടി കൊണ്ടാണ് കുരുവികളെ, ആ ബെൻഡ് കുരുവികളെ. ഒന്നാമത് കുരുവികളൊക്കെ നമുക്ക് നഷ്ടമായി, അറിയാമില്ല. പറന്നില്ല, കുരുവി ഇല്ലിപ്പോൾ. കുരുവി നഷ്ടം, ആ ഒരു ഇനം നഷ്ടമായി കഴിഞ്ഞു നമുക്ക്. തെന്നലറിയാതെ ലാസ്റ്റൊക്കെ അത് തെന്നൽ ഞങ്ങൾ അറിഞ്ഞു. നല്ല ഉഗ്രം തെന്നലായിരുന്നു. ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. പിന്നെ മോളെ, ഈ കുരുവിക്ക് ലാസ്റ്റ് കുരുവിക്ക് എന്തിനാ ഒരു കഴുകന്റെ ശക്തി? നിനക്ക് കുരുവികളെ എന്തോന്നത്? അത് മാത്രം ഒന്ന് പാടിക്കേ, എന്ത് മാത്രം അത്ര ബലം പിടിക്കാണ്ട്. കുരുവികളെ മോളെ, എന്തൊരു ബലം! ഇത്രയ്ക്ക് ശക്തി വേണോ കുരുവിക്ക്? മതി. അതുവരെ ഇല്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു എൻ്റെ പാടിയപ്പോൾ മോള് കേട്ടോ. പിന്നെ മഞ്ജു പാടി ചില ഏരിയക്ക് എനിക്ക് വളരെ ഇഷ്ടമായി മോള് പാടിയത്. ചിലതൊക്കെ നല്ല സുഖമാണ്. കുറേ തെന്നലുണ്ടായിരുന്നു കേട്ടോ. അത് മോക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ മോളെ ചേച്ചിയുടെ ഒരു ആഗ്രഹമുണ്ട്, അതും കൂടെ സാധിച്ചു കൊടുക്കണം. ഇത് മോൾ ഡിയിലാണ്, ഒറിജിനൽ ഇ ആന്ന് തോന്നുന്നു. ഒറിജിനൽ ഡി ഞാൻ സിക്കാ പാടിയത്. അപ്പൊ പിന്നെ താത്തി വീണ്ടും താത്തിയപ്പോ ആണോ? ഡിക്കാണോ? ഇപ്പൊ സി ആക്കി. അപ്പൊ അതൊന്നും താഴെ ബി ഫ്ലാറ്റിൽ പാടിക്കാൻ മോളെ നോക്കട്ടെ. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാരെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ? And the high line you can easily touch. തെക്കേ മുറ്റത്തെ അവിടെ നിന്നിട്ട് പാടിക്കോ. തെക്കേ മുറ്റത്തെ മുത്തങ്ങാക്കും മുത്തങ്ങാ പുല്ലിൽ മുട്ടിയൂരുമ്മിയൂരുമ്മിയിരിക്കണ പച്ചക്കുതിരകളെ, തെക്കേ വെറ്റില നാക്കു മുറിക്കാൻ വാ. This is good. ഇത് മഞ്ജുവിന് ഇത് കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ബി ഫ്ലാറ്റിൽ പാടാത്ത? You should have. എല്ലാ പാട്ടും കുറച്ച് പാടിയത്. അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും. അങ്ങനല്ല, മോഡ് ഫുൾ പാട്ട് പാടാറുണ്ടല്ലോ. അല്ല സാർ, ശ്രുതി കുറച്ചാ പാടുന്നപ്പോ അതിന്റെ ആവശ്യം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ശ്രുതി കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആണെങ്കിൽ ഡി ആക്കുക. അങ്ങനല്ല, മോക്ക് ഏതാണ് കംഫർട്ടബിൾ അതാണ് നോക്കണ്ടേ. നമ്മുടെ റേഞ്ചും വോയിസിന്റെ റേഞ്ച് എന്താണെന്ന് ഉള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കി ആൻഡ് യു പ്ലേ യുവർ സ്ട്രെങ്ത്. അല്ലേ, your voice is not like Chitra's, no, it's a different voice. Okay, choose your range right. താങ്ക് യു ഷിനി സർ. സുജാശിജി, മോള് ഈ ഒരു പോയിന്റ് ഇത് മനസ്സിൽ വെച്ചേക്കുക, പ്രാക്ടീസ് ചെയ്തോളൂ. റേഞ്ച് കൂട്ടാൻ വേണ്ടി വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അത് എപ്പോഴും, കാരണം കോമ്പറ്റീഷനിൽ മാർക്ക് ഇടണ്ടേ മോളെ. റേഞ്ച് കൂട്ടണം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് മോളുടെ ഒരു സ്ട്രഗിൾ അറിയാവുന്നുണ്ട്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ്, ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻസിന്റെ ഒക്കെ ഭാവം ആൻഡ് സംഗതിയൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നു മോളെ.
തെക്കേ മുറ്റത്തെ മുത്തങ്ങപ്പുഴയിൽ സെക്കൻഡ് ടൈം പാടിയ സംഗതികളൊക്കെ രസമായിരുന്നു പാടിയത്. ആ ഒരു ഭാവം കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയൊക്കെ നമ്മൾ കണ്ണടച്ച് കളയും. ആക്ച്വലി ഒരു സ്ട്രഗിൾ മോളുടെ ത്രൂ ഔട്ട് കാണും. അത് ആ ഒരു വിഷമമാണ് നമുക്ക്. എന്നാൽ ഈ പാട്ട് ഭയങ്കര ഡിഫിക്കൽട്ട്, 1 2 3 സാലമേ ഇല്ല ശ്വാസം കൊടുക്കാൻ. അപ്പോൾ ആ ഒരു പാട്ടിന്റെ ഡിഫിക്കൽട്ടി, പിച്ചിന്റെ ഡിഫിക്കൽട്ടി, ഇപ്പോൾ മോള് ഫുൾ പ്രഷർ കൊടുത്ത് പാടുക, അപ്പോൾ ഒട്ടും ശ്വാസം കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കൽ സൈഡിൽ ഉള്ള പ്രശ്നമായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ് എനിക്കിഷ്ടമായി. ഇതിലും ബെറ്റർ ചെയ്യാം ശ്രുതി താത്തയെ. അപ്പം മോൾ ഇനിയും ബുദ്ധിപരമായി റേഞ്ച് എടുക്കുക. താങ്ക് യു സുജി. So actually, seriously, some portions are very, very nice. അതെ, ആ തെക്കേ മുറ്റത്ത് ആഹാ എന്ന് പറയാൻ കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ഹൈ നോട്ട്സ് എങ്ങനെ പാടണം എന്നുള്ള സ്റ്റൈലൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ദാറ്റ് ആ ഒരു പഠിച്ചിട്ട് ഇവിടെ വന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ്, ദാറ്റ്സ് നൈസ്. റിയലി അപ്രിഷിയേറ്റ് ദാറ്റ്. ഗ്രേറ്റ്. അതൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. Best thing is completely different from the original. Completely. That is identity ഉണ്ട്. താങ്ക് യു ജഡ്ജസ്. അപ്പം നമുക്കിനി മാർക്സ് അറിയാം. ശരത് സർ. എനിക്കിഷ്ടമായി കേട്ടോ നമ്മൾ പാടിയത്. ആ മുകളിൽ തുറന്ന് പാടാൻ ശ്രമം നടത്തി ചീറ്റിപ്പോയിട്ടുണ്ട്. അത് ഭാവിയിൽ ഇല്ലാതെ വരട്ടെ കേട്ടോ. 27 on 30. Thank you, Sharat sir. Srini sir. 27.5 on 30. Thank you, Srini sir. Sujal Chechi. In between, there was magic in so many lines. 27 on 30. Thank you, Chechi. 81.5 on 90. ഇനി 10 എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10. Your total overall is 89.5 on 100.